അപ്പോൾ ഇന്നത്തെ മോർണിംഗ് ഇത് വെച്ച് തുടങ്ങാം. ഒപ്പം തന്നെ ലഞ്ചും പ്രിപ്പയർ ആകുന്നുണ്ട്. ഇന്നത്തെ ലഞ്ച് രാജ്മ റൈസാണ്. നമ്മുടെ കിഡ്നി ബീനും ജീര റൈസും അടിപൊളി കോമ്പിനേഷനാണ്. പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് അച്ഛനെയും മോനെയും വിളിച്ചുണർത്താൻ ചെന്നപ്പോൾ അച്ഛൻ നൈറ്റ് ഷിഫ്റ്റിൻ്റെ ക്ഷീണത്തിലാണ്, മോൻ ഉണർന്നായിരുന്നു. അവിടുന്ന് രണ്ടാൾ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇന്ന് ഗ്രോസറീസ് വാങ്ങാൻ വേണ്ടി പോകണമായിരുന്നേ. അവൻ കരഞ്ഞു പിഴിഞ്ഞ് ഇന്നും നഴ്സറി പോയിട്ടില്ല. ഒരു തരത്തിൽ പിന്നെ അവനെയും കൂട്ടി തൊട്ടടുത്തുള്ള ഗ്രോസറി ഷോപ്പിൽ ഗ്രോസറീസ് വാങ്ങാൻ വേണ്ടി പോയേ. ഈ ഒരു സെക്ഷനിൽ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ, അച്ഛനെയും മോനെ ഞാൻ കൂട്ടിയില്ലേ. അവിടുന്ന് ആവശ്യമുള്ള ഗ്രോസറീസ് ഒക്കെ വാങ്ങി വീട്ടിൽ വന്ന് ലഞ്ച് കഴിക്കാനായിട്ടിരുന്നു. ഓ, ലുക്ക് അറ്റ് മൈ പ്ലേറ്റ്, സോ ഡിലീഷ്യസ്. അത് കഴിഞ്ഞ് ആൾക്ക് കോള് വന്നു, ഡ്യൂട്ടിക്ക് വേണ്ടി പോയി. ഞാനങ്ങനെ ഈവനിങ് വൈബൊക്കെ ആസ്വദിച്ച് ചായയൊക്കെ കുടിച്ചിരുന്നപ്പോൾ ഒരു മെസ്സേജ്, ഐ എം കമ്മിങ് ഇൻ ആൻഡ് ഹാർ ഗെറ്റ് റെഡി ഫോർ ആൻ ഔട്ടിങ്. ഓ മൈ ഗോഡ്, അത് കേട്ടെന്നുമല്ല റിജുവിനേറ്റ് ആയതുപോലെയായി. പെട്ടെന്ന് ഞങ്ങൾ റെഡിയായി തൊട്ടടുത്തുള്ള ഫോറം മോളിൽ പോയി. അവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നേ. പിന്നെ വാവച്ചിക്കും കുറച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആയി. ഞങ്ങൾ പർച്ചേസിംഗ് ഒന്നും ചെയ്തില്ല, ചുമ്മാ വെറുതെ കുറച്ച് സമയം ഇങ്ങനെ സ്പെൻഡ് ചെയ്തേ ഉള്ളേ. പുറത്തൊന്നും ഫുഡൊന്നുമില്ല, വൃശ്ചികമാസമായതുകൊണ്ട് നോ നോൺ വെജ്, പുറത്തൊന്നും ഫുഡില്ല. അങ്ങനെ വീട്ടിൽ തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരു ന്യൂ മിക്സർ ഗ്രൈൻഡർ വാങ്ങിയേ. ഇതേ ഈവനിങ് കാണാൻ എന്ത് രസമല്ലേ കൊച്ചി. അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് ചപ്പാത്തി മതിയെന്ന്. പിന്നെ പെട്ടെന്ന് ചപ്പാത്തി റെഡിയാക്കി. എനിക്ക് ചോറുണ്ടായിരുന്നേ, കറി അതൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ഇന്നത്തെ ഡേ സ്പെൻഡായി. വെൽ, ആസ് ഓൾവേസ് ഐ എം ഗ്രേറ്റ്ഫുൾ ആൻഡ് ഐ എം ബ്ലെസ്ഡ് ആസ് ഓൾവേസ്. ലവ് യു ജിന്ദഗി.